കഴിഞ്ഞ 2 മാസം മുൻപ് നമ്മുടെ സൗരയൂഥത്തിലേക്ക് ഒരു അജ്ഞാത വസ്തു കടന്നു വരുന്നതായി നമ്മൾ കണ്ടെത്തിയിരുന്നു. അന്ന് അതിന് നമ്മൾ 3i/അറ്റ്ലസ് എന്നാണ് പേരിട്ട് വിളിച്ചത്. നമ്മൾ ഈ വസ്തുവിനെ കണ്ടെത്തുന്ന സമയത്ത് ഇത് ജൂപ്പിറ്ററിന്റെ ഓർബിറ്റൽ പാത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് നിലവിൽ സഞ്ചരിച്ച് ഇപ്പോൾ മാർസിന്റെ ഓർബിറ്റൽ പാത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ഒട്ടുമിക്ക ഒബ്സർവേറ്ററികളും ഈ ഒരു വസ്തുവിനെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വസ്തുവിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം ഈ വസ്തുവിനെ കണ്ടെത്തിയ സമയത്ത് ഈ വസ്തു എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഈ വസ്തു സൗരയൂഥത്തിന്റെ പുറത്തു നിന്ന് വന്ന ഏലിയൻ ഷിപ്പ് ആണെന്ന് വരെ പലരും പറഞ്ഞിരുന്നു. എന്നാൽ നിലവിലെ നിരീക്ഷണ പ്രകാരം ഇത് ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്നും നമ്മുടെ സൗരയൂഥത്തിലേക്ക് കടന്നു വന്ന ഒരു വാൽനക്ഷത്രമാണെന്നാണ് കണക്കാക്കുന്നത്. കൂടാതെ ഈ വസ്തുവിന് നമ്മുടെ സൗരയൂഥത്തെക്കാൾ പഴക്കവും ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ വസ്തുവിൽ നിന്നും വാട്ടർ വേപ്പറുകൾ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നതായി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ വസ്തു സൂര്യനോട് അടുക്കുംതോറും ഈ വസ്തുവിന്റെ പ്രകാശം കൂടുകയും ഈ വസ്തുവിന്റെ ബാക്കിൽ രൂപപ്പെടുന്ന ടെയിലിന്റെ നീളവും കൂടുന്നുണ്ട്. ഏതാണ്ട് ഒക്ടോബർ 29-ാം തീയതി ആകുമ്പോഴേക്കും ഈ വസ്തു സൂര്യനോട് അടുത്തെത്തും. എന്നാൽ ദുഃഖകരമായ ഒരു കാര്യം എന്തെന്നാൽ ഈ സമയത്ത് ഈ വസ്തുവിനെ നമുക്ക് ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കില്ല. കാരണം ഈ സമയത്ത് ഭൂമി സൂര്യന്റെ മറുവശത്തായിരിക്കും. എന്നാൽ ഡിസംബർ മാസം ആകുമ്പോഴേക്കും ഈ വസ്തു സൂര്യന്റെ മറവിൽ നിന്നും ദൃശ്യമാവുകയും താരതമ്യേന ഭൂമിയോട് അടുത്തു വരികയും ചെയ്യും. ഈ സമയത്ത് ഭൂമിയും ഈ വസ്തുവും തമ്മിലുള്ള ദൂരം ഏതാണ്ട് 275 മില്യൺ കിലോമീറ്റേഴ്സ് ആയിരിക്കും.